പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപാവരവും അനുഗ്രഹവും നമ്മളിലേക്ക് കർത്താവ് വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവ തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം. നമ്മളിന്ന് ധ്യാനിക്കുവാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിൻ്റെയും ഹവ്വയുടെയും പതനത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സൃഷ്ടി പ്രാപിച്ച, ദൈവം ഹൃദയത്തോട് അത്രമാത്രം ചേർത്ത് വെച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് പതനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, ദൈവമായ കർത്താവ് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പാമ്പാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് കൂടി ആലോചിക്കാതെ, ദൈവവുമായി കൂട്ടുചേരാതെ, തന്നെക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരു സർപ്പത്തോട് കൂട്ടുകൂടി അതിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചപ്പോൾ അവർക്ക് പതനമുണ്ടായി. ദൈവിക മക്കൾ ദൈവവുമായിട്ട് ചേർന്ന് ബന്ധിക്കപ്പെടുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ ആലോചന, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കൂടിയാലോചനകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കുവാൻ. എപ്പോഴെങ്കിലും നിങ്ങളുമായി താതാത്മ്യപ്പെടാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി സമാനത പുലർത്തുവാനായിട്ടോ ഒന്നും കഴിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ കൂടിയാലോചന നടത്തുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയേക്കാം. കാരണം കർത്താവാണ് ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നൽകുന്നത്. കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് തന്നെ ഒരു കൂടിയാലോചന ചോദിക്കൂ. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നിങ്ങൾ തീർത്ഥയാത്ര ചെയ്യൂ, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം അപ്പോൾ യഥാർത്ഥമായ സമയത്ത് കർത്താവ് എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് ദൈവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി നൽകും. പക്ഷെ നമുക്ക് വീണ്ടും ആകുലതയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പലരുടെ അടുത്ത് പോയി കൂടിയാലോചന നടത്തും. ഇന്ന് ഈ ഒരു പതനത്തിൻ്റെ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു കാര്യം നന്നായിട്ട് നടക്കുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് പോകും. ചിലപ്പോൾ അത് മന്ത്രവാദിയായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ദാർശനികനായിരിക്കും. പോയിട്ട് നമ്മൾ കൂടിയാലോചന ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളുടെ വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പാമ്പിൻ്റെ ഉപദേശം നിങ്ങളുടെ ജീവിതത്തെ പതനത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ആരാണ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരേണ്ടത്? ആ ദൈവമാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ദൈവത്തിൻ്റെ അരികിൽ നിങ്ങൾ നിഷ്കളങ്കമായി പ്രാർത്ഥനാപൂർവം ഇരിക്കുക. കർത്താവിനോടൊരു കൂടിയാലോചന ചോദിക്കുക. ദൈവം വേണ്ട സമയത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് വെളിച്ചം നൽകും ദൈവിക പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. ഇതിന് വ്യക്തമായൊരു ആത്മീയത നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഈ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനോ അവൻ്റെ വെളിപാടുകൾ മനസ്സിലാക്കിയെടുക്കുവാനോ കഴിവില്ലാതെ വരും. നിങ്ങളപ്പോൾ മറ്റു പലരും പറയുന്ന പല കാര്യങ്ങളുടെ മുമ്പിൽ പോയി കണ്ണു തുറക്കും. അവിടെ നിങ്ങൾക്ക് ആത്മീയതയും ദൈവവും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കൂടിയാലോചന നടത്തുക. ഈശോയെ, അങ്ങയുടെ അൻപാവുന്ന കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു. തമ്പുരാനായ ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന പദ്ധതികളെക്കുറിച്ച് നിന്നോട് കൂടിയാലോചന നടത്തി ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.